ഹലോ, എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത് ഓർമ്മയുണ്ടല്ലോ, ഗിനി കോഎഫിഷ്യൻ്റ് വരെയാണ് പഠിച്ചല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തിയറീസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേ അധികം തിയറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തിയറീസ് വായിക്കുമ്പോൾ ഒരുപാട് തിയറീസ് ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ തിയറിയിൽ നിന്നും. അതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. തിയറീസ് എന്നൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ് ഓരോ തിയറിയും അതിൻ്റെ ഓരോ ബേസിക് കണ്ടൻറ് ഉണ്ടാകും, അതായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം പോലെ എസ് എഴുതും പോലെ എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. ഏറ്റവും ബേസിക് കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ്, പക്ഷേ കണ്ടൻറ്റുകളുണ്ട് അതിനകത്ത്. ആ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ബേസ് കണ്ടൻറ്റുകൾ നമുക്ക് നോക്കിയേ പറ്റൂ. അപ്പോൾ നോക്കാം, തിയറീസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, ഇതാണ് നമ്മുടെ ടോപ്പിക്, പുതിയ ടോപ്പിക്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ക്ലാസിക്കൽ തിയറീസ് ആണ് നമ്മൾ നോക്കുന്നത്, ആദ്യകാല തിയറീസ് അല്ലേ. അതിലാദ്യം നമ്മൾ പഠിക്കുന്നു ആഡം സ്മിത്ത്സ് തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് അല്ലേ. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ തിയറി, ഇക്കണോമിക് ഗ്രോത്തിൻ്റെ തിയറിയാണ് ഫസ്റ്റ് പഠിക്കുന്നത്. നമുക്ക് ദ ബുക്ക് വെൽത്ത് ഓഫ് നേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ ബുക്ക് വെൽത്ത് ഓഫ് നേഷൻസ് പബ്ലിഷ്ഡ് ഇൻ 1776, written by Adam Smith, was primarily concerned with the problem of economic growth. അപ്പോൾ മറ്റൊന്നുമല്ല, ആഡം സ്മിത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കിൻ്റെ പേരാണ് വെൽത്ത് ഓഫ് നേഷൻസ്. അതിൻ്റെ യഥാർത്ഥ ടൈറ്റിൽ അങ്ങനെയല്ല, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് അതിൻ്റെ പേര്. വെൽത്ത് ഓഫ് നേഷൻ, നോർമലി വെൽത്ത് ഓഫ് നേഷൻ എന്നാണ് യൂസ് ചെയ്യുന്നത്, ഓപ്ഷനിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പേര് ഇതാണ്, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, റിട്ടൺ ബൈ ആഡം സ്മിത്ത്. എന്നാണ്ട് പബ്ലിഷ് ചെയ്തത് 1776 ആ ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? പ്രൈമർലി കൺസേൺഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. അത് പ്രാഥമികമായിട്ടും എന്തുമായി ബന്ധപ്പെട്ട ബുക്കാണ്? കൺസേൺഡ് വിത്ത് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ബുക്കാണ് അല്ലേ. സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ആഡം സ്മിത്തിൻ്റെ വ്യൂസ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രതിപാദിക്കുന്ന ബുക്കാണ് ഏത്? വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. പബ്ലിഷ്ഡ് ഇൻ 1776 എന്നാണ് പബ്ലിഷ് ചെയ്തത്, 1776. ഇനി നോക്ക്, ആഡം സ്മിത്ത് ബിലീവ്ഡ് ഇൻ ദ ഡോക്ട്രിൻ ഓഫ് നാച്ചുറൽ ലോ. അപ്പോൾ നോക്കി, ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ തിയറിയുടെ കണ്ടന്റിലേക്ക് വരികയാണ്. ആഡം സ്മിത്ത് ബിലീവ്ഡ് ഇൻ ദ ഡോക്ട്രിൻ ഓഫ് നാച്ചുറൽ ലോ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഇതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരിക. ആഡം സ്മിത്ത് എന്തിലാണ് വിശ്വസിച്ചിരുന്നത്? നാച്ചുറൽ ലോയിൽ വിശ്വസിച്ചിരുന്നു, സ്വാഭാവിക നിയമത്തിൽ വിശ്വസിച്ചിരുന്നു. ഇൻ ഇക്കണോമിക് അഫയേഴ്സ്, അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ എന്തുണ്ട്? ഒരു സ്വാഭാവിക നിയമം, ഒരു നാച്ചുറൽ ലോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ആര് വിശ്വസിച്ചു? ആഡം സ്മിത്ത് വിശ്വസിച്ചു. എന്താണ് അപ്പം നാച്ചുറൽ ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെയാണ്, ഓർത്തിരിക്കണം. He regarded every person as the best judge of his self-interest, who should be left to pursue it to his own advantage. അപ്പോൾ എന്താണ് ഈ നാച്ചുറൽ ലോയിൽ അദ്ദേഹം എന്താണ് പ്രതിപാദിക്കുന്നത്? He regarded every person as the best judge of his self-interest. അദ്ദേഹം കണക്കാക്കുന്നു every person അല്ലേ, ഏതൊരു വ്യക്തിയും ആസ് എ ബെസ്റ്റ് ജഡ്ജ് ഓഫ് ഹിസ് സെൽഫ് ഇൻട്രസ്റ്റ്. ഏതൊരു വ്യക്തിയും അയാളുടെ സ്വന്തം താല്പര്യങ്ങളുടെ ബെസ്റ്റ് ജഡ്ജ്, ഏറ്റവും നല്ല ജഡ്ജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം താല്പര്യങ്ങളുടെ ഏറ്റവും നല്ല ജഡ്ജ് ആ വ്യക്തി തന്നെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അത് തീരുമാനിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ തന്നെ ആയിരിക്കും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യങ്ങൾ ഏറ്റവും നല്ല ജഡ്ജ് ഞാൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കും ഓരോ വ്യക്തികളും എന്നാണ് ആര് പറയുന്നത്? ആഡം സ്മിത്ത് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ ജഡ്ജ്മെന്റ് നടത്തിയിട്ട് ഹൂ ഷുഡ് ബി ലെഫ്റ്റ് ടു പർസ്യൂ ടു ഹിസ് ഓൺ അഡ്വാൻറ്റേജ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ ജഡ്ജ്മെന്റ് നടത്തിയിട്ട് അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അങ്ങനെ ജഡ്ജ്മെന്റ് നടത്തി ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഹൂ ഷുഡ് ബി ലെഫ്റ്റ് ടു പർസ്യൂ ടു ഹിസ് ഓൺ അഡ്വാൻറ്റേജ്. അതെന്തിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നു? അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ്. അപ്പോൾ സ്വന്തം നേട്ടത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെന്ത് ഏറ്റവും മികച്ച രീതിയിൽ അത് ചിന്തിക്കുകയും ശരിയായ രീതിയിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ഏറ്റവും നല്ല രീതിയിൽ അത് ജഡ്ജ്മെന്റ് നടത്തും. അങ്ങനെ ജഡ്ജ്മെന്റ് നടത്തി നമ്മുടെ സ്വന്തം നേട്ടത്തിനായിട്ട് നമ്മളത് വിനിയോഗിക്കും.
ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്നാണ്. അതാണ് നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ആരും എഴുതി വെക്കേണ്ട നിയമമാണോ അത്? ആരും അടിച്ചേൽപ്പിക്കേണ്ട നിയമവും അല്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഇക്കോണമിയിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കലായിട്ടുണ്ടാകുന്ന ഒരു നിയമമാണത്. അതുകൊണ്ടാണ് ആ നാച്ചുറൽ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻ ഫർദറിങ് ഹിസ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്, ഇനി എന്താണ്? നമ്മൾ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ ഫർദർ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, അല്ലേ, നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ സ്വന്തം ജഡ്ജായിട്ട് നമ്മൾ മാറുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ താല്പര്യങ്ങൾ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇൻ ഫർദറിങ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്, ഒരാൾ സ്വന്തം താല്പര്യങ്ങൾ ഫർദറിങ് അഭിവൃദ്ധിപ്പെടുത്തുമ്പോൾ ഹി വുഡ് ആൾസോ ഫർദർ കോമൺ ഗുഡ്, അയാൾ എന്തുകൂടി ചെയ്യാണ്? കോമൺ ഗുഡ്, പൊതു താല്പര്യങ്ങൾ കൂടി ഫർദർ ചെയ്യപ്പെടുകയാണ്, അഭിവൃദ്ധിപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ 100 ആളുകളുണ്ട്. അവർ ഓരോരുത്തരും സ്വന്തം താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്? എല്ലാവരും നേട്ടത്തിലേക്ക് വരികയും എല്ലാവരും മെച്ചപ്പെടുകയും ആ സൊസൈറ്റിയിൽ ഓവറാൾ നോക്കിയാൽ ഒരു കോമൺ ഗുഡ്, അല്ലേ, പൊതുവായിട്ടുള്ളൊരു നന്മയുണ്ടാവുകയും ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ വ്യക്തിയും എന്ത് ചെയ്യുന്നു? അവരുടെ താല്പര്യങ്ങൾ മെച്ചപ്പെടുത്താനായി ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സൊസൈറ്റി അല്ലേ, ഓവറോൾ സൊസൈറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നു. ഇതിനെയാണ് നാച്ചുറൽ ലോ എന്ന് ആര് വിളിച്ചത്? ആഡം സ്മിത്ത് വിളിച്ചത്. ഇനി അക്കോർഡിംഗ് ടു സ്മിത്ത് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ലെഡ് ബൈ ആൻ ഇൻവിസിബിൾ ഹാൻഡ്. അടുത്ത കോൺസെപ്റ്റ്, നാച്ചുറൽ ലോ കഴിഞ്ഞിട്ട് അടുത്ത കോൺസെപ്റ്റ് ഏതാണ്? ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യകരം. നമ്മൾ പലപ്പോഴും മറ്റ് തിയറീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ, സ്മിത്തുമായി ബന്ധപ്പെട്ട്. അക്കോർഡിംഗ് ടു സ്മിത്ത് ഈച്ച് ഇൻഡിവിജ്വൽ ലെഡ് ബൈ ആൻ ഇൻവിസിബിൾ ഹാൻഡ്. ഒരു ഇക്കോണമിയിലെ എല്ലാ വ്യക്തികളെയും നയിക്കുന്നത് ആരാണ്? ഇൻവിസിബിൾ ഹാൻഡ് ആണ്, ഒരു അദൃശ്യകരമാണ്. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഫോഴ്സ് ആൻഡ് സപ്ലൈ ഫോഴ്സ്, അല്ലെ, ഡിമാൻഡ് ഫോഴ്സും സപ്ലൈ ഫോഴ്സുമാണ് ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത്. അതായത് this automatic equilibrating mechanism tended to maximize wealth. ഈ ഇൻവിസിബിൾ ഹാൻഡിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഓട്ടോമാറ്റിക് ഇക്വിലിബ്രേറ്റിംഗ് മെക്കാനിസം, ഇവരാണ് ഈ ഇൻവിസിബിൾ ഹാൻഡ് ആണ്, ഈ ഡിമാൻഡ് ഫോഴ്സും സപ്ലൈ ഫോഴ്സുമാണ് ഓട്ടോമാറ്റിക് ഇക്വിലിബ്രേറ്റിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇക്കോണമിയെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നത്, ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി ക്ലിയർ ചെയ്യുന്നത്, ഇക്കോണമിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആരാണ്? ഈ ഇൻവിസിബിൾ ഹാൻഡ് ആണ്. ആ ഇൻവിസിബിൾ ഹാൻഡ് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ടെൻഡ് ടു മാക്സിമൈസ് വെൽത്ത്, നമ്മുടെ സമ്പത്ത് മാക്സിമൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, മാക്സിമം വെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ സ്മിത്ത് പറയുകയാണ്, ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ലെഡ് ബൈ ആൻ ഇൻവിസിബിൾ ഹാൻഡ്. ഓരോ വ്യക്തിയെയും മുന്നോട്ട് നയിക്കുന്നത് ഒരു അദൃശ്യകരമാണ്, ഇൻവിസിബിൾ ഹാൻഡ് ആണ് മുന്നോട്ട് നയിക്കുന്നത്. ഡിമാൻഡ് ഫോഴ്സും സപ്ലൈ, അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം, അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം ആണ് ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത്. അതിനെയാണ് അദ്ദേഹം വിളിച്ചത് ഓട്ടോമാറ്റിക് ഇക്വിലിബ്രിയേറ്റിംഗ് മെക്കാനിസം. ഓട്ടോമാറ്റിക് ആയിട്ട് ഇക്വിലിബ്രിയത്തിലെത്താൻ, ഒരു സന്തുലിതാവസ്ഥയിലെത്താൻ സഹായിക്കുന്ന മെക്കാനിസമാണ് ഈ ഇൻവിസിബിൾ ഹാൻഡ്, അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം, അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അതെന്തിനു സഹായിക്കുന്നു? ടെൻഡ് ടു മാക്സിമൈസ് വെൽത്ത്. അതിലൂടെ നമുക്ക് മാക്സിമം വെൽത്ത് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷന് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഏത്? ഇൻവിസിബിൾ ഹാൻഡ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇക്വിലിബ്രിയേറ്റിംഗ് മെക്കാനിസം, അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം, അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം എന്നൊക്കെ ഇതിനെ പറയും. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് നോക്ക്. ഹി അഡ്വക്കേറ്റഡ് ദ പോളിസി ഓഫ് ലേസർ ഫെയർ ഇൻ ഇക്കണോമിക് അഫയേഴ്സ്. സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹം എന്തിനു വേണ്ടി വാദിച്ചു? സാമ്പത്തിക കാര്യങ്ങളിൽ എന്ത് വേണം? ലേസർ ഫെയർ ഉണ്ടാകണം. ലേസർ ഫെയർ പോളിസിക്ക് ഊന്നൽ കൊടുത്തു. ദാറ്റ് മീൻസ് ലീസ്റ്റ് ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ് ഇൻ ഇക്കണോമിക് അഫയേഴ്സ്. സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇക്കണോമിക് അഫയേഴ്സിൽ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് വളരെ കുറച്ച് മതി എന്ന പക്ഷക്കാരനായിരുന്നു ആര്? ആഡം സ്മിത്ത്. ലേസർ ഫെയർ, അല്ലെ, ക്ലാസിക്കൽസിന്റെ കോമൺ ആയിട്ടുള്ള ഐഡിയോളജി തന്നെയാണിത്. ഇനി അപ്പോൾ നാച്ചുറൽ ലോ, ഇൻവിസിബിൾ ഹാൻഡ്, അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് മെക്കാനിസം, പിന്നെ പറഞ്ഞു ലേസർ ഫെയർ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി പറയാണ് ഡിവിഷൻ ഓഫ് ലേബർ. ഇതാണ് മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അദ്ദേഹത്തിന്റെ ഗ്രോത്ത് തിയറിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് തിയറിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്, ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം. ഡിവിഷൻ ഓഫ് ലേബർ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സ്മിത്ത് തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. സ്മിത്തിന്റെ തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിട്ട് കണക്കാക്കുന്നു? ഡിവിഷൻ ഓഫ് ലേബർ ആണ്, തൊഴിൽ വിഭജനമാണെന്ന് കണക്കാക്കപ്പെടുന്നു. എന്താണ് തൊഴിൽ വിഭജനം? It is the division of labor that results in the greatest improvement in the productive powers of labor. It is the division of labor that results in the greatest improvement in the productive powers of labor. Division of labor എങ്ങനെയാണ് ഉണ്ടാകുന്നത്? That results, അത് ഉളവാക്കുന്നു എന്ത്? In the greatest improvement in the productive powers of labor. തൊഴിലാളികളുടെ പ്രൊഡക്റ്റീവ് പവേഴ്സിൽ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നു. ആര്? ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബറിന്റെ പ്രത്യേകത എന്താണ്? That results in
ദ ഗ്രേറ്റസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ പ്രൊഡക്റ്റീവ് പവേഴ്സ് ഓഫ് ലേബർ. തൊഴിലാളികളുടെ പ്രൊഡക്റ്റീവ് പവേഴ്സിൽ, തൊഴിലാളികളുടെ ഉൽപാദനക്ഷമതയിൽ വലിയ ഇംപ്രൂവ്മെന്റ് വരുത്താൻ ഏത് സഹായിക്കുന്നു? ഡിവിഷൻ ഓഫ് ലേബർ സഹായിക്കുന്നു. ഡിവിഷൻ ഓഫ് ലേബർ ഇൻക്രീസസ് വിത്ത് എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. ഈ ഡിവിഷൻ ഓഫ് ലേബർ ഇൻക്രീസസ് വിത്ത് എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ്. ഒരു ഇക്കോണമിയിലെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഡിവിഷൻ ഓഫ് ലേബറും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. തൊഴിൽ വിഭജനവും കൂടി വരുന്നു. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഏതാണ്? എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ് ആണ്. മാർക്കറ്റ് എക്സ്റ്റൻഷൻ, അതായത് ഒരു ഇക്കോണമിയിലെ മാർക്കറ്റ്, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഒരു ഇക്കോണമി ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ആ മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഡിവിഷൻ ഓഫ് ലേബറും ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൊഴിലാളികളുടെ അവരുടെ എഫിഷ്യൻസി അനുസരിച്ച് അവരുടെ നമുക്ക് വിഭജിക്കാൻ പറ്റും. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് വർക്കേഴ്സിനെ കണ്ടെത്താൻ പറ്റും. അതിലൂടെ ഡിവിഷൻ ഓഫ് ലേബറിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? വർക്കേഴ്സിന് സ്പെഷ്യലൈസേഷൻ കൂടുന്നു, വൈദഗ്ധ്യം കൂടുന്നു. ഓരോ ആളുകളിലും ഓരോ വ്യക്തിയും ഓരോ തൊഴിലാളികളും പ്രാവീണ്യം തെളിയിച്ച മേഖലകളിൽ അവരെ വിഭജിച്ച് യൂസ് ചെയ്യാൻ സാധിക്കാനാണ് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി എന്താണ്? ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നു, ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഈ ഡിവിഷൻ ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്യുന്ന എന്തിന് അനുസരിച്ചാണ്? ഡിവിഷൻ അല്ലെ എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇത് വികസിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സ്മിത്ത് റിഗാർഡഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആസ് എ നെസസറി കണ്ടീഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ്. അടുത്ത പോയിന്റ് നോക്ക്. സ്മിത്ത് റിഗാർഡഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആസ് എ നെസസറി കണ്ടീഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ്. സ്മിത്ത് പറയുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു നെസസറി കണ്ടീഷൻ ആണ്, ഒരു അത്യാവശ്യ ഘടകമാണ് ഏത്? ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്നും സ്മിത്ത് പറയുന്നു. അപ്പോൾ സ്മിത്ത് റിഗാർഡഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആസ് എ നെസസറി കണ്ടീഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ്. സാമ്പത്തിക വികസനത്തിന് എന്ത് അത്യാവശ്യമാണ്? ക്യാപിറ്റൽ അക്യുമുലേഷൻ അത്യാവശ്യമാണെന്നും സ്മിത്ത് കണക്കാക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എന്തിന് ഊന്നൽ കൊടുക്കുന്നു? ക്യാപിറ്റൽ അക്യുമുലേഷൻ, ഇൻവെസ്റ്റ്മെന്റിന്, അല്ലെ? ക്യാപിറ്റൽ അക്യുമുലേഷൻ മീൻസ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇൻവെസ്റ്റ്മെന്റ്, അതിന് ഊന്നൽ കൊടുക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് അനിവാര്യമാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ക്യാപിറ്റൽ അക്യുമുലേഷൻ അനിവാര്യമാണ് എന്ന് അദ്ദേഹം കണക്കാക്കുന്നു. സ്മിത്ത് believed that profits tend to fall with economic progress. Smith believed that profits tend to fall with economic progress. അത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സ്മിത്ത് എന്തിൽ വിശ്വസിക്കുന്നു? സ്മിത്ത് believed that profits tend to fall with economic progress. സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നു. അതെങ്ങനെയാണ്? നമുക്ക് സാധാരണഗതിയിൽ ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ സ്മിത്തിന്റെ വ്യൂ എന്താണ് നോക്ക്. When the rate of capital accumulation increases, increasing competition among capitalists raises wages and tends to lower profits. അപ്പോൾ നോക്ക്, അപ്പോൾ when the rate of capital, ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ എന്താണ് പ്രത്യേകത? ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇൻക്രീസ് ചെയ്യും, അല്ലേ? ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ അക്യുമുലേഷൻ കൂടുമ്പോൾ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ among ക്യാപിറ്റലിസ്റ്റുകൾക്കിടയിൽ എന്താ? അതായത് കൂടുതൽ സംരംഭങ്ങൾ വരികയാണ്, കൂടുതൽ സ്ഥാപനങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റുകൾ, ഇൻക്രീസിങ് കോമ്പറ്റീഷൻ among ക്യാപിറ്റലിസ്റ്റ് മീൻസ് ഓൺട്രപ്രണേഴ്സ്, സംരംഭകർ. അപ്പോൾ അവർക്കിടയിൽ എന്തുണ്ടാകുന്നു? മത്സരം ഉണ്ടാകുന്നു. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മത്സരം, കൂടുതൽ തൊഴിലാളികളെ ചൂസ് ചെയ്യാൻ, ഡിമാൻഡ് ചെയ്യാനുള്ള മത്സരം ഉണ്ടാകും. അങ്ങനെ മത്സരം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ കൂടുന്നു. അപ്പോൾ വേജ് റേറ്റ് എന്താണ്? കൂടുകയാണ്. വേജ് റേറ്റ് വർദ്ധിക്കും. അങ്ങനെ വേജ് റേറ്റ് കൂടിയാൽ ടെൻസ് ടു ലോവർ പ്രോഫിറ്റ്. വേജ് റേറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ മുതലാളിമാർക്ക്, ക്യാപിറ്റലിസ്റ്റുകൾക്ക് അവരുടെ പ്രോഫിറ്റിൽ ഇടിവ് വരും, അല്ലേ? നേരത്തേക്കാൾ വേജ് റേറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ പ്രോഫിറ്റ് കുറയും. ഇതാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടായാൽ എന്ത്? പ്രോഫിറ്റ് ടെൻഡ് ടു ഫാൾ, പ്രോഫിറ്റ് കുറയുമെന്ന് വിശ്വസിച്ചത്. മനസ്സിലായില്ല? ഇത് അദ്ദേഹത്തിൻ്റെ വ്യൂ ആണ്, അദ്ദേഹത്തിൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് കേട്ടോ. ഇതങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അക്കോർഡിംഗ് ടു സ്മിത്ത്, ഫാർമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബിസിനസ്മെൻ ആർ ദ ഏജൻറ്റ്സ് ഓഫ് ഇക്കണോമിക് പ്രോഗ്രസ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്മിത്തിന്റെ അഭിപ്രായത്തിൽ ഫാർമേഴ്സ്, കർഷകർ, പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദകർ, ആൻഡ് ബിസിനസ്മെൻ ആർ ദ ഏജന്റ്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇവരാണ് ഇക്കണോമിക് പ്രോഗ്രസിന്റെ, ഇക്കണോമിക് ഗ്രോത്തിന്റെ ഏജന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്മിത്തിന്റെ അഭിപ്രായത്തിൽ ഇക്കണോമിക് പ്രോഗ്രസിന്റെ ഏജന്റുകൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഫാർമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബിസിനസ്മെൻ. ആരൊക്കെയാണ്? ഫാർമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബിസിനസ്മെൻ ആർ ദ ഏജന്റ്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇനി ഹി ആർഗ്യൂസ് ദാറ്റ് the process of growth is cumulative. അദ്ദേഹം പറയാണ് പ്രോസസ് ഓഫ് ഗ്രോത്ത് ഈസ് ക്യുമുലേറ്റീവ്. അതായത് ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോസസ് ക്യുമുലേറ്റീവ് ആണ്, അഡിറ്റീവ് ആണ്. അതിങ്ങനെ കൂടി മൾട്ടിപ്ലയർ ഇഫക്റ്റ് പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വിച്ച് ലീഡ്സ് ടു പ്രോഗ്രസീവ് സ്റ്റേറ്റ്. അത് നമ്മൾ എന്തിലേക്ക് ചെയ്യും? ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റിലേക്ക്. പ്രോഗ്രസീവ് സ്റ്റേറ്റ് മീൻസ് ഒരു പ്രോസ്പറസ് ആയിട്ടുള്ള ഘട്ടങ്ങളിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും. കാരണം എന്താണ്?
തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ് അതിന് അനുബന്ധിച്ച് വീണ്ടും വീണ്ടും പ്രോഗ്രസ് ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് പോകും എന്ന് വെച്ചാൽ അഡിറ്റീവായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഓപ്റ്റിമിസം ഉണ്ടാകും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ. അങ്ങനെ ആ ഒരു പ്രോസസ് ഇങ്ങനെ കൂടി ഇക്കോണമിയിൽ ആ ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റ് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ പ്രോസ്പെറസ്, നമ്മൾ ബിസിനസ് സൈക്കിൾ പഠിച്ചില്ല, ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ടാകുന്നു എന്ന് ആര് വിശ്വസിച്ചു? ആഡം സ്മിത്ത് വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ മറക്കരുത് അല്ലേ. നാച്ചുറൽ ലോയെ കുറിച്ച് പറഞ്ഞു, ഇൻവിസിബിൾ ഹാൻഡിനെ കുറിച്ച് പറഞ്ഞു, ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ, ക്യാപിറ്റൽ അക്യുമുലേഷൻ, അതുപോലെ പിന്നെ പറഞ്ഞു ഫാർമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ബിസിനസ്മെൻ ഇവരൊക്കെയാണ് ഇക്കണോമിക് പ്രോഗ്രസിന്റെ ഏജൻസ് എന്ന് ആര് വിശ്വസിച്ചു? ആഡം സ്മിത്ത് വിശ്വസിച്ചു. ഇനി അദ്ദേഹം തന്നെ പറയുകയാണ്, ബട്ട് ദിസ് പ്രോഗ്രസീവ് സ്റ്റേറ്റ് ഈസ് നോട്ട് എൻഡ്ലെസ്. അപ്പോൾ ഈ പ്രോഗ്രസീവ് സ്റ്റേറ്റ് ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് അല്ലേ ഓപ്റ്റിമിസം ഉണ്ടായി. അങ്ങനെ ഈ പ്രോഗ്രസീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഈസ് നോട്ട് എൻഡ്ലെസ്, അവസാനമില്ലാത്തതല്ല. ഈസ് നോട്ട് എൻഡ്ലെസ് എന്നാണ്, അവസാനമില്ലാത്തത് അല്ല. എന്ന് വെച്ചാൽ അതിന് എന്തുണ്ട്? ഒരു എൻഡ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ബിസിനസ് സൈക്കിൾ ഒരു പീക്കിലെത്തിയാൽ പിന്നെ എന്ത് ചെയ്യും? റിസഷനിലേക്ക് പോകും. അത് തന്നെയാണ് അദ്ദേഹം വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രസീവ് സ്റ്റേറ്റ് അവസാനമില്ലാത്തല്ല. ഈ പ്രോഗ്രസീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് അവസാനിക്കും. ആ പ്രോഗ്രസീവ് സ്റ്റേറ്റ് ഇറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു സ്റ്റേഷനറി സ്റ്റേറ്റ്. ഈ പ്രോഗ്രസീവ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരുന്നു? സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് വരുന്നു. ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ്, നമ്മൾ റിസഷൻ ഡിപ്രഷൻ പറഞ്ഞില്ലേ, അതിന് പകരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് നമ്മൾ വരും. പ്രോഗ്രസീവ് സ്റ്റേറ്റിൽ നിന്നും ഇക്കോണമി എങ്കിലേക്ക് തള്ളി വീഴാം, ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് വരാം. നോക്ക്, വെൻ ദിസ് ഹാപ്പൻസ്, ഈ സ്റ്റേഷനറി സ്റ്റേറ്റ് സംഭവിക്കുമ്പോൾ, ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ സ്റ്റോപ്സ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ സ്റ്റോപ്പ്, നമ്മൾ ഡിപ്രഷന്റെ സ്റ്റേജ് തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹം വേറെ രീതി വ്യാഖ്യാനിക്കുന്നത് കേട്ടോ. ക്യാപിറ്റൽ അക്യുമുലേഷൻ സ്റ്റോപ്സ്, പോപ്പുലേഷൻ ബിക്കം സ്റ്റേഷനറി. പോപ്പുലേഷൻ ബിക്കം സ്റ്റേഷനറി അല്ലേ, പോപ്പുലേഷൻ നിശ്ചലമാകുന്നു എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ഈ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ഒക്കെ വിശ്വസിക്കുന്നത് ഈ വേജ് റേറ്റ് ഒക്കെ കൂടുന്ന സമയത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ്. കാരണം ആളുകൾക്ക് നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടാവുകയും അവർ കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുകയൊക്കെ ചെയ്യുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മനസ്സിലായി, അത് ക്ലാസിക്കൽ വ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നേരെ തിരിച്ച് സംഭവിച്ചാലോ, ക്യാപിറ്റൽ അക്യുമുലേഷനും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറയുമ്പോൾ വേജ് റേറ്റ് കുറയില്ലേ, അപ്പോൾ എന്ത് ചെയ്യും? പോപ്പുലേഷൻ ബിക്കം സ്റ്റേഷനറി, പോപ്പുലേഷൻ വളർച്ചയില്ലാതെ വരും. പ്രോഫിറ്റ്സ് ആർ ദ മിനിമം, പ്രോഫിറ്റ്സ് മിനിമം ലെവലിലേക്ക് വരുന്നു. വേജസ് ആർ ദ സബ്സ്റ്റൻസ് ലെവൽ, വേജസ് കുറഞ്ഞ് കൂടി നിന്ന വേജ് എന്ത് ചെയ്യുന്നു? പ്രോഗ്രസീവ് സ്റ്റേറ്റിലൊക്കെ വേജ് ഹൈ ആയിരുന്നു, അത് എവിടേക്ക് വരുന്നു? സബ്സിസ്റ്റൻസ് ലെവലിലേക്ക് വരും. സബ്സ്റ്റൻസ് ലെവൽ മീൻസ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സബ്സിസ്റ്റൻസ്, ബേസിക് നീഡ്സ് മാത്രമേ ആ വേജ് കൊണ്ട് നമുക്ക് നിറവേറ്റാൻ പറ്റൂ. എന്താണ്, നമ്മുടെ ലക്ഷറി ഐറ്റംസ് ഒന്നും മേടിക്കാൻ പറ്റില്ല, ലെഷറിന് വേണ്ടിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? വേജസ് സബ്സ്റ്റൻസ് ലെവലിലേക്ക് വരുന്നു. അപ്പോൾ ഓർക്കുക, ഈ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കണം. ആഡം സ്മിത്ത് എന്തിൽ? സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് വേജസ് എന്നിൽ വിശ്വസിച്ചിരുന്നു. വേജസ് കുറഞ്ഞ് കൂടിയുന്ന വേജസ് കുറഞ്ഞ് എവിടേക്ക് വരും? സബ്സിസ്റ്റൻസ് ലെവൽ, ഒരു മിനിമം വേജിലേക്ക് വരും. there is no change in per capita income. അതുപോലെ പിന്നെ എന്ത്? there is no change in per capita income. per capita ഇൻകത്തിലും ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. ഇങ്ങനെ വരുന്ന സ്റ്റേജിനെ പറയുന്ന പേരാണ് സ്റ്റേഷനറി സ്റ്റേറ്റ്. അതായത് പ്രോഗ്രസീവ് സ്റ്റേറ്റിൽ നിന്നും നമ്മൾ താഴേക്ക് വരുമ്പോൾ എന്തിലേക്ക് വരുന്നു? സ്റ്റേഷനറി സ്റ്റേറ്റ്, ഒരു റിസഷനറി സ്റ്റേറ്റ് ആയ സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് വരുന്നു. മനസ്സിലായല്ലോ? ഇതാണ് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇനി The Smith theory of economic growth has limited validity for underdeveloped countries. ഇനി പറയാണ് സ്മിത്ത് തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, സ്മിത്തിന്റെ ഇക്കണോമിക് തിയറിയുടെ ഇക്കണോമിക് തിയറി ഓഫ് ഗ്രോത്തിന് എന്ത്? ലിമിറ്റഡ് വാലിഡിറ്റി ഫോർ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ലിമിറ്റഡ് വാലിഡിറ്റി ഉള്ളൂ എന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ തിയറി എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഡെവലപ്ഡ് കൺട്രീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ എല്ലാവരും, ആഡം സ്മിത്ത് ഉൾപ്പെടുന്ന ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ എല്ലാവരും ഡെവലപ്ഡ് കൺട്രീസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? തിയറീസ് ഫോർമുലേറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നു സ്മിത്ത് തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, സ്മിത്തിന്റെ ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചുള്ള തിയറി എന്ന് പറയുന്നത് ഹാസ് ലിമിറ്റഡ് വാലിഡിറ്റി ഫോർ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ, അവികസിത രാജ്യങ്ങളിൽ അതിന് ലിമിറ്റഡ് വാലിഡിറ്റിയേ ഉള്ളൂ, പരിമിതമായ വാലിഡിറ്റിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്മിത്തിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസിക്കൽ തിയറിയാണ് സ്മിത്തിന്റെ തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആഡം സ്മിത്ത് തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു, അത് നോട്ട് ചെയ്ത് പഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ പോയിന്റുകളെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. അല്ലാതെ വെറുതെ വാരി വലിച്ച് ഈ പാരഗ്രാഫ് എല്ലാം അതുപോലെ നമ്മൾ പഠിച്ചകത്താക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആ പോയിന്റ് എന്തൊക്കെയാണ് അതിൽ ബേസ് ചെയ്ത് പറയുന്ന പോയിന്റ് അത് മനസ്സിലാക്കി നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്ലാസിക്കൽ തിയറിയിലേക്ക് പോകുന്നു. റിക്കാർഡിയൻ തിയറി. റിക്കാർഡിയൻ തിയറി ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റിക്കാർഡിയൻ തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. രണ്ടാമത്തെ തിയറിയാണ് റിക്കാർഡിയൻ തിയറി. നോക്കാം നമുക്ക്. ഡേവിഡ് റിക്കാർഡോ
presented his views on economic growth in his book The Principles of Political Economy and Taxation. Important ആണ്, previous questionുമാണ്. നോക്ക്, ഡേവിഡ് റിക്കാർഡോ presented his views on economic growth. ഡേവിഡ് റിക്കാർഡോ അദ്ദേഹത്തിൻ്റെ വ്യൂസ്, ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യൂസ് അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ബുക്കിൻ്റെ പേരിതാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ. പബ്ലിഷ്ഡ് ഇൻ 1817. 1817 ഇത് പബ്ലിഷ് ചെയ്തത്, അല്ലേ? അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ റിട്ടൺ ബൈ ആരാണ്ട് എഴുതിയത്? ഡേവിഡ് റിക്കാർഡോ. ആ ബുക്കിൽ എന്താണുള്ളത്? ഡേവിഡ് റിക്കാർഡോയുടെ ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചുള്ള വ്യൂസ് ആണ് ഉള്ളത്. പബ്ലിഷ്ഡ് ഇൻ 1870. സ്മിത്തിന്റെ ബുക്കിന്റെ പേര് അറിയാലോ, വെൽത്ത് ഓഫ് നേഷൻസ്, പബ്ലിഷ്ഡ് ഇൻ 1776, അല്ലേ? ഇനി ദ റിക്കാർഡിയൻ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ മാർജിനൽ ആൻഡ് സർപ്ലസ് പ്രിൻസിപ്പിൾസ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ദ റിക്കാർഡിയൻ തിയറി ഈസ് ബേസ്ഡ് ഓൺ മാർജിനൽ ആൻഡ് സർപ്ലസ് പ്രിൻസിപ്പിൾ. രണ്ട് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് റിക്കാർഡിയൻ തിയറി നിൽക്കുന്നത്. ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്? മാർജിനൽ പ്രിൻസിപ്പിളും സർപ്ലസ് പ്രിൻസിപ്പിളും. മാർജിനൽ പ്രിൻസിപ്പിൾ ആൻഡ് സർപ്ലസ് പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ രണ്ട് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ് റിക്കാർഡിയൻ തിയറി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? മാർജിനൽ പ്രിൻസിപ്പിൾ ആൻഡ് സർപ്ലസ് പ്രിൻസിപ്പിൾ. എന്താണ് മാർജിനൽ പ്രിൻസിപ്പിൾ? ദ മാർജിനൽ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻസ് the share of rent in the national output, and the surplus principle explains division of remaining share between wages and profits. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ റിക്കാർഡോ പറയുന്നത് നാഷണൽ ഔട്ട്പുട്ട്, നമ്മുടെ രാജ്യത്തെ മൊത്തം ഔട്ട്പുട്ട് മൂന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഒന്ന് റെന്റ്, അതായത് റെന്റ് ഭൂവുടമകൾക്ക്, ലാൻഡ് ലോഡ്സിന്. അദ്ദേഹം പറഞ്ഞ ലാൻഡ് ലോഡ്സ് എന്നാണ് ഭൂവുടമകൾ. അവർക്ക് റെൻ്റായിട്ട് പോകുന്നു. നാഷണൽ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം റെൻ്റായിട്ട് പോകുന്നു. മറ്റൊരു ഭാഗം വേജ്, ആർക്ക്? വർക്കേഴ്സിന്, ലേബറേഴ്സിന് വേജായിട്ട് പോകുന്നു. മറ്റൊന്ന് ക്യാപിറ്റലിസ്റ്റുകൾക്ക് പ്രോഫിറ്റ് ആയിട്ട് പോകുന്നു. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നാഷണൽ ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് പോകുന്നത് എന്ന് ആര് വിശ്വസിക്കുന്നു? റിക്കാർഡോ വിശ്വസിക്കുന്നു. ടാക്സിനെ കുറിച്ചൊന്നും അദ്ദേഹം പ്രതിപാദിക്കുന്നില്ല. കാര്യം ഗവൺമെൻറ്, ഇദ്ദേഹവും ലേസ് ഫെയർ ഇക്കോണമിയുടെ ആളാണ്. അതുകൊണ്ട് അപ്പോൾ ഇതിൽ ദ മാർജിനൽ പ്രിൻസിപ്പിൾ, നമ്മൾ പറയുന്ന രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, മാർജിനൽ പ്രിൻസിപ്പിളും സർപ്ലസ് പ്രിൻസിപ്പിളും. ദ മാർജിനൽ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻസ്, എന്താണ് ഈ മാർജിനൽ പ്രിൻസിപ്പിൾ പറയുന്നത്? എക്സ്പ്ലെയിൻസ് ദ ഷെയർ ഓഫ് റെന്റ് ഇൻ ദ നാഷണൽ ഔട്ട്പുട്ട്. നാഷണൽ ഔട്ട്പുട്ടിൽ ആരുടെ പങ്ക്? റെന്റിന്റെ ഷെയർ. അതായത് നാഷണൽ ഔട്ട്പുട്ടിൽ നിന്ന് റെന്റ് എത്രയാണ്, അതാണ് മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഔട്ട്പുട്ടിൽ നിന്ന് റെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് മാർജിനൽ പ്രിൻസിപ്പിൾ. ക്ലിയർ ആണല്ലോ? ഇനി ഏത് പ്രിൻസിപ്പിൾ ഉണ്ട്? സർപ്ലസ് പ്രിൻസിപ്പിൾ. ആൻഡ് ദ സർപ്ലസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻസ് ഡിവിഷൻ ഓഫ് റിമൈനിങ് ഷെയർ. റെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതുണ്ടല്ലോ റിമൈനിങ് ഷെയർ, അത് ആർക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് പോകുന്നു? ബിറ്റ്വീൻ വേജസ് ആൻഡ് പ്രോഫിറ്റ്സ്. അപ്പോൾ ആദ്യം എന്താണ്? റെന്റിന്. അപ്പോൾ റെന്റിനാണ് ഇമ്പോർട്ടൻസ്. ഓർക്കുക, റെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അദ്ദേഹം. അതായത് ഏത് പ്രിൻസിപ്പിളിന്? മാർജിനൽ പ്രിൻസിപ്പിളിന്. അപ്പോൾ ചോദിക്കാം, ഇതൊക്കെ ബേസ് ചെയ്തായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ മാർജിനൽ പ്രിൻസിപ്പിളിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ടിൽ ഒരു വലിയ ഷെയർ എന്തിനു വേണ്ടി? റെന്റിന്റെ പോർഷനായിട്ട് പോകണമെന്ന് അദ്ദേഹം കരുതുന്നു. അപ്പോൾ റെന്റിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കി റിമൈനിങ് ഷെയർ, റെന്റ് കഴിഞ്ഞതിന് ശേഷം നാഷണൽ ഔട്ട്പുട്ടിലുള്ള ഷെയർസ് എന്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു? വേജസും പ്രോഫിറ്റുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? അതിന് നമ്മൾ സർപ്ലസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. സർപ്ലസ് പ്രിൻസിപ്പിൾ. ഇനി ഇദ്ദേഹത്തിന് കുറേ അസംഷൻസ് ഉണ്ട്. തിയറിക്ക് കുറേ അസംഷൻസ്, സങ്കല്പങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾ ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് കോൺ. മൊത്ത ഭൂമിയും ഒരു ഇക്കോണമിയിലുള്ള മൊത്ത ലാൻഡും കോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ. കോൺ എന്ന് വെച്ചാൽ ധാന്യം, നമുക്ക് വീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വീറ്റ്, ഗോതമ്പ്, അല്ലേ? കോൺ. അപ്പോൾ അവിടുത്തെ ഈ ഇക്കോണമിയിലെ മൊത്തം ലാൻഡും വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ധാന്യം, ഏതെങ്കിലും ഭക്ഷ്യധാന്യം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു തിയറി, ഈ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറേ അസംഷൻസ് വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ് ഓൺ ലാൻഡ്. ലാൻഡിൽ എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ലാൻഡ് നമുക്കറിയാം, ലാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ, കൃഷിക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ റിട്ടേൺസ്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് കുറഞ്ഞു വരും. കാരണം എന്താണ്? ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി ഇതുപോലെയല്ല. ആ റിക്കാർഡോ പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മോസ്റ്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആയിരിക്കും നമ്മൾ ആദ്യം കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? മോസ്റ്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് നമ്മൾ ആദ്യം കൾട്ടിവേറ്റ് ചെയ്യും. അതിനുശേഷം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ഫെർട്ടൈൽ ആയിട്ടുള്ള, ലീസ്റ്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? റിട്ടേൺസ് കുറയും, അല്ലേ? അപ്പോൾ അതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ് ഇൻ ദ ലാൻഡ്. ഇനി
സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ഫിക്സഡ്. ലാൻഡിൻ്റെ സപ്ലൈ ഫിക്സഡ്. അത് നമുക്കറിയാമല്ലോ, ലാൻഡിൻ്റെ സപ്ലൈ ഫിക്സഡ്. നമുക്ക് ആവശ്യാനുസരണം കൂട്ടാൻ പറ്റില്ല, അത് ഫിക്സഡ് ആണ്. ഡിമാൻഡ് ഫോർ കോൺ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഡിമാൻഡ് ഫോർ കോൺ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ പബ്ലിക്കാണ്, പോപ്പുലേഷൻ, ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കോൺ ഡിമാൻഡ് ചെയ്യുന്നത്. അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ ഡിമാൻഡ് ഉണ്ട്. പ്രൊഡക്ഷനേ ഇല്ലാതുള്ളൂ, പക്ഷെ എന്തുണ്ട്, ഡിമാൻഡ് ഉണ്ട്. ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ വേരിയബിൾ ഇൻപുട്സ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ലേബറും ക്യാപിറ്റലും എന്താണ്, വേരിയബിൾ ഇൻപുട്ടുകളാണ്. സാധാരണഗതിയിൽ ക്യാപിറ്റൽ ഫിക്സഡ് ഇൻപുട്ട് ആയിട്ടാണ് പരിഗണിക്കുന്നത് മറ്റ് തിയറീസിൽ. പക്ഷേ ഇദ്ദേഹം പറയുന്നു ലേബറും ക്യാപിറ്റലും എന്താണ്, വേരിയബിൾ ഇൻപുട്ടുകളാണ്. എന്ന് വെച്ചാൽ ആ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് യഥേഷ്ടം അളവ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന വേരിയബിൾസ് ആണ്, ഇൻപുട്ടുകളാണ് ഏത്, ലേബറും ക്യാപിറ്റലും. ഇനി ദർ ഈസ് ക്യാപിറ്റൽ ഹോമോജീനിറ്റി. ക്യാപിറ്റൽ ഹോമോജീനിറ്റി ഉണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, എല്ലായിടത്തും യൂസ് ചെയ്യുന്ന സെയിം ക്യാപിറ്റൽ, ഒരേ പ്രൊഡക്ടിവിറ്റി ഉള്ള ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ക്യാപിറ്റൽ ഹോമോജിനിറ്റി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എന്ത്, ഈ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ടെക്നിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത്, പ്രൊഡക്ഷൻ കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ഹോമോജിനിറ്റി ആണ്, എല്ലാം ഒരുപോലെയാണ്, ഇപ്പോൾ ഒരേ പ്രൊഡക്ടിവിറ്റി ഉള്ള ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. ആൾ വർക്കേഴ്സ് ആർ പെയ്ഡ് എ സബ്സിസ്റ്റൻസ് വേജ്. എല്ലാ വർക്കേഴ്സിനും എന്താണുള്ളത്, സബ്സിസ്റ്റൻസ് വേജ് ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ സ്മിത്തും ഇതല്ലേ പറഞ്ഞത്, സബ്സ്റ്റൻസ് വേജ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ബേസിക് നീഡ്സ് നിറവേറ്റാനുള്ള വേജ് മാത്രമേ വർക്കേഴ്സിന് കിട്ടുന്നുള്ളൂ. അതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു അസംഷൻ. ദ ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ. ഡിമാൻഡ് ഫോർ ലേബർ, ലേബേഴ്സിൻ്റെ ഡിമാൻഡ്, അതായത് ഫേംസ് അല്ലെങ്കിൽ പിന്നെ ഉൽപാദകർ ലേബേഴ്സിന് ഡിമാൻഡ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ അക്യുമുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു രാജ്യത്ത് ക്യാപിറ്റൽ അക്യുമുലേഷൻ കൂടുമ്പോൾ എന്ത്, ഡിമാൻഡ് ഫോർ ലേബർ കൂടുന്നു. ക്യാപിറ്റൽ അക്യുമുലേഷൻ കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ കുറയുന്നു. ദർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇക്കോണമി എന്താണ്, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആണ്, പരിപൂർണ്ണ മത്സരക്കമ്പോളമാണ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ റിസൾട്ട്സ് ഫ്രം പ്രോഫിറ്റ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകുന്ന ഏതിൽ നിന്നാണ്, ഫ്രം പ്രോഫിറ്റ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ റിസൾട്ട്സ് ഫ്രം പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്നാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നത്. ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന ഏതിൽ നിന്നാണ്, ആ പ്രോഫിറ്റിൽ നിന്ന്. നമുക്ക് വേറെ ഷെയർ ഉണ്ടല്ലോ, അവിടെ റെന്റ് ഉണ്ട്, വേജസ് ഉണ്ട്. റെന്റിൽ നിന്നും വേജസിൽ നിന്നുമല്ല ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇക്കോണമിയിൽ ഉണ്ടാകുന്നത്, പ്രോഫിറ്റ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടായാൽ മാത്രമേ അവിടെ പ്രോഗ്രസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് ഉണ്ടാകുന്ന ആരിൽ നിന്നാണ്, പ്രോഫിറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകളിൽ നിന്നാണ്. വേജസിൽ നിന്നുണ്ടാകാത്ത കാര്യം എന്താണ്, ഒൺലി സബ്സ്റ്റൻസ് വേജ് അല്ലേ കിട്ടുന്നുള്ളൂ, സബ്സ്റ്റൻസ് വേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വേജ് വർക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റെന്റിൽ നിന്ന് ലാൻഡ് ലോഡ്സ് എന്ത് ചെയ്യത്തുമില്ല, അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകുന്നത് ഫ്രം പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്നാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകുന്നത്. ഇനി അക്കോർഡിംഗ് ടു റിക്കാർഡോ, the economy grows on the basis of interrelations of three groups in the economy. ഇതുപോലെ എവിടെയാണ്, 3 ഏജന്റുകളുണ്ട് എന്ന് ആഡം സ്മിത്തും പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ ഇവിടെയും അക്കോർഡിംഗ് ടു റിക്കാർഡോ, the economy grows on the basis of interrelations of three groups in the economy. ഒരു ഇക്കോണമിയിൽ 3 ഗ്രൂപ്പുകളുടെ ഇന്റർറിലേഷൻസിന്റെ ഫലമായിട്ടാണ് ഇക്കോണമി ഗ്രോ ചെയ്യുന്നത്. 3 ഗ്രൂപ്പുകൾ ഇന്റർറിലേറ്റഡ് ചെയ്തുകൊണ്ടാണ് ഇക്കോണമി ഗ്രോ ചെയ്യുന്നത്. ഇവിടെ ഇദ്ദേഹവും പറയുന്നു. ആരൊക്കെയാണത്, they are landlords. ആരാണ്ട്, landlords, capitalists and laborers. അപ്പോൾ റിക്കാർഡോ പരിഗണിക്കുന്ന 3 ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്, landlords, capitalists and laborers, among whom the entire produce of land is distributed as rent, profits and wages respectively. അപ്പോൾ 3 ഗ്രൂപ്പുകളാണ് ഇക്കോണമിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ആര് വിശ്വസിക്കുന്നു, ഡേവിഡ് റിക്കാർഡോ വിശ്വസിക്കുന്നു. ആരൊക്കെയാണ് അവർ, ലാൻഡ്ലോഡ്സ്, ക്യാപിറ്റലിസ്റ്റ്, ലേബറേഴ്സ്. among whom, ഇവർക്കിടയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. റെന്റ് ആർക്ക് കിട്ടും, ലാൻഡ് ലോഡ്സിന്. പ്രോഫിറ്റ് ക്യാപിറ്റലിസ്റ്റിന്, ലേബറേഴ്സിന് വേജസ്. എങ്ങനെയുള്ള വേജ് ആണെന്ന് ഓർക്കുക, സബ്സിസ്റ്റൻസ് വേജ്. ഓക്കെ. ഇനി റെന്റ് പെർ യൂണിറ്റ് ഓഫ് ലേബർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. ദ റെന്റ് പെർ യൂണിറ്റ് ഓഫ് ലേബർ ഈസ്, ഒരു യൂണിറ്റ് ലേബറിൻ്റെ അല്ലെങ്കിൽ ഓരോ ലേബേഴ്സിൻ്റെയും റെന്റ്, ലേബേഴ്സിൽ നിന്നുണ്ടാകുന്ന റെന്റ് എന്ന് പറയുന്നത് ലേബേഴ്സിന് അപ്ലൈ ചെയ്തുകൊണ്ടാണല്ലോ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റെന്റ് പെർ യൂണിറ്റ് ഓഫ് ലേബർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. റെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ആരൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്. റെന്റ് പെർ യൂണിറ്റ് ഓഫ് ലേബർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റ്, ലേബേഴ്സിൽ നിന്നുണ്ടാകുന്ന ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് റെന്റ് പെർ യൂണിറ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. റെന്റ് പെർ യൂണിറ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് റെന്റ് പെർ യൂണിറ്റ്, അല്ലെ, റെന്റ് പെർ യൂണിറ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. കാരണം
നമ്മൾ ഈ ഡേവിഡ് റിക്കാർഡോ പറയുന്നത് റെൻ്റ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഒരു രാജ്യത്തെ ആളുകൾ അവിടുത്തെ ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യും, മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ്, വീണ്ടും പോപ്പുലേഷൻ കൂടുമ്പോൾ കോണിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു കോൺ അല്ലെങ്കിൽ വീറ്റിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ ഈ മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ലെസ് ഫെർട്ടൈൽ ലാൻഡിലോട്ട് വരും. അപ്പോൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഈ മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡും ഈ അഡീഷണൽ ആയിട്ട് കൃഷി ചെയ്ത്, അതാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അധികമായിട്ട് ലീസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ഉണ്ടല്ലോ, അവർ തമ്മിൽ പ്രൊഡക്ഷൻ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ലെസ് ഫെർട്ടൈൽ ലാൻഡിലോട്ട് പോകും, അതാണ് അഡീഷണൽ ലാൻഡ്, അധിക ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റാണ് മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഈ മാർജിനൽ പ്രോഡക്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ആവറേജ് പ്രോഡക്റ്റ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് റെൻ്റ് എന്ന് പറയുന്നത്. റെൻ്റ് എന്ന് ആര് പറയുന്നത്, ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി the wage rate is determined by wage fund divided by number of units of workers employed at the subsistence level. അപ്പോൾ റെന്റ് പെർ യൂണിറ്റ് ഓഫ് ലേബർ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്തത്, റെന്റ് ഡിറ്റർമിൻ ചെയ്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. ഇനി വേജ് റേറ്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, വേജ് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ വേജ് ഫണ്ട്. വേജ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നാഷണൽ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഭാഗം റെൻ്റായിട്ട്, ഒരു ഭാഗം പ്രോഫിറ്റ് ആയിട്ട്, ഒരു ഭാഗം വേജസ് ആയിട്ട് പോകും. അങ്ങനെ നാഷണൽ ഔട്ട്പുട്ടിൽ നിന്ന് വേജിന് വേണ്ടി, മൊത്തം ആളുകൾക്ക് കൊടുക്കാനുള്ള വേജിന് വേണ്ടി ഒരു ഷെയർ ഉണ്ടല്ലോ, നാഷണൽ ഔട്ട്പുട്ടിൽ നിന്ന് വേജസ് ആയിട്ട് മാറ്റുന്ന ഷെയർ, അതിനാണ് വേജ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് വേജ് റേറ്റ് ആണ്, ഓരോ ആളുകളുടെയും വേതന നിരക്കാണ് വേണ്ടത്, അല്ലേ, ഓരോ വ്യക്തികൾ, ഓരോ ലേബേഴ്സിൻ്റെയും വേതന നിരക്ക്. അപ്പോൾ വേജ് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ വേജ് ഫണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ് അറ്റ് ദ സബ്സ്റ്റൻസ് ലെവൽ. അതായത് സബ്സ്റ്റൻസ് ലെവലിൽ, സബ്സ്റ്റൻസ് വേജിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള നമ്പർ ഓഫ് വർക്കേഴ്സിനെ കൊണ്ട് എന്തിനെ ഡിവൈഡ് ചെയ്യും, വേജ് ഫണ്ടിനെ ഡിവൈഡ് ചെയ്യും. വേജ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഔട്ട്പുട്ടിൽ നിന്ന് വേജിന് വേണ്ടി മാറ്റിവെച്ച ടോട്ടൽ എമൗണ്ട്. ആ ടോട്ടൽ എമൗണ്ടിനെ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊണ്ട്, സബ്സ്റ്റൻസ് വേജിൽ വർക്ക് ചെയ്യാൻ തയ്യാറുള്ള നമ്പർ ഓഫ് വർക്കേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളുടെയും വേജ് റേറ്റ് കിട്ടും. മനസ്സിലായില്ലേ. ഇനി അപ്പോൾ വേജ് ഫണ്ട് കുറവാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് എങ്കിൽ വേജ് റേറ്റ് എന്ത് ചെയ്യും, കുറഞ്ഞിരിക്കും. അതാണ് എൻ്റെ വസ്തുത. ഇനി ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് റേറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, റേറ്റ് ഓഫ് പ്രോഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, ഓരോ ക്യാപിറ്റലിസ്റ്റിനും കിട്ടുന്ന റേറ്റ് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ്സ് ബൈ വേജസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വേജ് ഫണ്ട് പോലെ ഒരു ഷെയർ പ്രോഫിറ്റിനുണ്ടല്ലോ, ആ പ്രോഫിറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, വേജസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, റേറ്റ് ഓഫ് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ പിന്നെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെൻറ്റ് ലഭിച്ചതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്, പ്രോഫിറ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്ത് എങ്ങനെയെന്ന് പറഞ്ഞു നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഔട്ട് ഓഫ് ടോട്ടൽ കോൺ, അതായത് ഔട്ട് ഓഫ് ടോട്ടൽ കോൺ, മൊത്തം കോണിൽ, അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ടാണ് കോൺ എന്ന് പറയുന്നത്, ഒരേ ഒരു ഔട്ട്പുട്ടല്ലേ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ, അതാണ് കോൺ അല്ലെങ്കിൽ വീറ്റ്. അപ്പോൾ ഔട്ട് ഓഫ് ടോട്ടൽ കോൺ, മൊത്തം കോണിൽ റെന്റ് ഹാസ് ദ ഫസ്റ്റ് റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു റെന്റ് ഹാസ് ദ ഫസ്റ്റ് റൈറ്റ്. ആദ്യ റൈറ്റ് ഏതിനാണ്, റെന്റ്. ആദ്യ റൈറ്റ് പോകുന്നത് റെന്റിനാണ്. ആൻഡ് ദ റെസിജ്വൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ വേജസ് ആൻഡ് പ്രോഫിറ്റ്സ്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട്, കോൺ എന്ന് പറയുന്ന ടോട്ടൽ ഔട്ട്പുട്ടിൽ ഫസ്റ്റ് റൈറ്റ്, ആദ്യം അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കിട്ടാനുള്ള അവകാശം ആർക്കാണ്, റെന്റിനാണ്, അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിനാണ് റെന്റായിട്ട്. ബാക്കിയുള്ള എമൗണ്ട് വേണം എന്തായിട്ട്, വേജസ് ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടും പോകാൻ. ഇൻട്രസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രോഫിറ്റ്. അവിടെ എടുത്ത് പറയുന്നൊരു കാര്യം, ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രത്യേകിച്ച് പലിശയെക്കുറിച്ച്, ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചൊന്നും ആര് പറയുന്നില്ല, റിക്കാർഡോ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അക്കോർഡിംഗ് ടു റിക്കാർഡോ, capital accumulation is the outcome of profit. According to David Ricardo അഭിപ്രായത്തിൽ capital accumulation is the outcome of profit. Capital accumulation എന്ന് പറയുന്നത് എന്തിൻ്റെ ഔട്ട്കം ആണ്, പ്രോഫിറ്റിൻ്റെ ഔട്ട്കം ആണ്. റിക്കാർഡോ അഭിപ്രായത്തിൽ capital accumulation is the outcome of profit. Capital accumulation ഉണ്ടാകുന്ന ആരിൽ നിന്നാണ്, പ്രോഫിറ്റ്. നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രോഫിറ്റിൽ നിന്നാണ് എന്ത്, capital accumulation. ഇത് തന്നെയാണ് ആരുടെയും വ്യൂ, ആഡം സ്മിത്തിൻ്റെയും വ്യൂ. അതായത് റെന്റ്, ലാൻഡ് ലോഡ്സ് ഇൻവെസ്റ്റ് ചെയ്യില്ല, അതുപോലെ പിന്നെ വേജസ് ഉപയോഗിച്ചുകൊണ്ട് ലേബേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് സബ്സ്റ്റൻസ് വേജാണ് കിട്ടുന്നത്. അപ്പോൾ റിക്കാർഡോ അഭിപ്രായത്തിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ ഔട്ട്കമാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്യുമുലേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഇക്കോണമിയിൽ. ക്യാപിറ്റൽ അക്യുമുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. അവർ പറയാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. അപ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പറയുകയാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്.
പ്രോഫിറ്റ് തന്നെയാണ്. ആ പ്രോഫിറ്റിൽ വരുന്ന രണ്ട് ഫാക്ടേഴ്സാണ്, ഒന്ന് കപ്പാസിറ്റി ടു സേവ് ആൻഡ് വിൽ ടു സേവ്. കാരണം പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റലിസ്റ്റിന് എന്തുണ്ടാകുന്നു? കപ്പാസിറ്റി ടു സേവ് ഉണ്ടാകുന്നു, ആൻഡ് വിൽ ടു സേവ്, സേവ് ചെയ്യാനുള്ള മനസ്സ്. അപ്പോൾ അത് പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അത് എടുത്ത് പറയുന്നു, ക്യാപിറ്റൽ അക്യുമുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന് കപ്പാസിറ്റി ടു സേവ്. കപ്പാസിറ്റി ടു സേവ് ഉണ്ടാകണമെങ്കിൽ കൂടുതൽ എന്തുണ്ടാകണം? എന്ത് ലഭിക്കണം? പ്രോഫിറ്റ് ലഭിക്കണം, അല്ലേ? കപ്പാസിറ്റി സേവ് വർദ്ധിക്കണമെങ്കിൽ. ആൻഡ് വിൽ ടു സേവ്, സേവ് ചെയ്യാനുള്ള മനസ്സ്. ഈ 2 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഏത് നിൽക്കുന്നത്? ക്യാപിറ്റൽ അക്യുമുലേഷൻ നിൽക്കുന്നത്. ദ കപ്പാസിറ്റി ടു സേവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ. അപ്പോൾ വിൽ ടു സേവിനേക്കാൾ ക്യാപിറ്റൽ അക്യുമുലേഷനിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതിനാണ്? കപ്പാസിറ്റി ടു സേവിനാണ്. വിൽ ടു സേവ് അല്ല, കപ്പാസിറ്റി. ഇത് 2 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ നിലകൊള്ളുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? കപ്പാസിറ്റി ടു സേവ്. കപ്പാസിറ്റി ടു സേവ് കൂടണമെങ്കിൽ എന്ത് കൂടണം? പ്രോഫിറ്റ് കൂടണം. പ്രോഫിറ്റ് ഷെയർ കിട്ടണം, കൂടുതൽ കിട്ടണം. പ്രോഫിറ്റ് ഷെയർ ആണ് നമ്മൾ ആദ്യം വെച്ചില്ലേ? അതായത് ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? പ്രോഫിറ്റിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് സേവ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? പ്രോഫിറ്റ് കിട്ടണം. ഇനി so long as rate of profit is positive, capital accumulation will continue. അപ്പോൾ എവിടം വരെയാണ്? so long as the rate of profit is പോസിറ്റീവ്. നമ്മുടെ പ്രോഫിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ, പോസിറ്റീവായിട്ട് നിൽക്കുന്ന എവിടം വരെയാണോ അവിടം വരെ ക്യാപിറ്റൽ അക്യുമുലേഷൻ വിൽ കണ്ടിന്യൂ. അതായത് ക്യാപിറ്റലിസ്റ്റുകൾക്ക് വീണ്ടും തുടരെ ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നാൽ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകും, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ഇൻ റിയാലിറ്റി, അല്ലേ, റിയാലിറ്റിയിൽ പ്രോഫിറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ വേജസ്. പ്രോഫിറ്റ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? വേജസിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇൻ റിയൽ വേൾഡിൽ പ്രോഫിറ്റ് വേജസിനെ ആശ്രയിച്ചിരിക്കുന്നു. വേജസ് ഓൺ ദ പ്രൈസ് ഓഫ് കോൺ. വേജസ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രൈസ് ഓഫ് കോൺ. അപ്പോൾ പ്രോഫിറ്റ് എന്തിനെ ആശ്രയിക്കുന്നു? വേജസിനെ ആശ്രയിക്കുന്നു. വേജസ് ഓൺ ദ പ്രൈസ് ഓഫ് കോൺ. വേജസ് എന്തിനെ ആശ്രയിക്കുന്നു? കോണിന്റെ പ്രൈസിനെ ആശ്രയിക്കുന്നു. ആൻഡ് പ്രൈസ് ഓഫ് കോൺ ഡിപ്പെൻഡ്സ് ഓൺ, കോണിന്റെ പ്രൈസ് എന്തിനെ ആശ്രയിക്കുന്നു? ഫെർട്ടിലിറ്റി ഓഫ് ദ മാർജിനൽ ലാൻഡ്. ഞാൻ പറഞ്ഞില്ലേ, മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് കഴിഞ്ഞാൽ അധിക ലാൻഡ്, ലീസ്റ്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ഉണ്ടല്ലോ, അതാണ് മാർജിനൽ ലാൻഡ് എന്ന് പറയുന്നത്. അതിനെ ആശ്രയിച്ചിരിക്കുന്നു പ്രൈസ് ഓഫ് കോൺ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കട്ടെ, ഇൻ റിയാലിറ്റി പ്രോഫിറ്റ് എന്ന് പറയുന്ന വേജ് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. വേജസ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നു? പ്രൈസ് ഓഫ് കോൺ, കോണിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് പ്രൈസ് ഓഫ് കോൺ ഡിപ്പെൻഡ്സ് ഓൺ ഫെർട്ടിലിറ്റി ഓഫ് ദ മാർജിനൽ ലാൻഡ്. പ്രൈസ് ഓഫ് കോൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫെർട്ടിലിറ്റി ഓഫ് മാർജിനൽ ലാൻഡ്. മാർജിനൽ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി അനുസരിച്ചിരിക്കും. കാരണം മാർജിനൽ ലാൻഡിൽ ഫെർട്ടിലിറ്റി കുറവാണെങ്കിൽ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യും? കൂടും. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രൈസ് കൂടുമ്പോൾ അത് വേജസിനെ അഫക്റ്റ് ചെയ്യും. വേജസിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റിനെയും അഫക്റ്റ് ചെയ്യും. കാരണം വേജ് റേറ്റ്, ഈ നമുക്ക് കിട്ടുന്ന വേജ് റേറ്റ് ഇപ്പോൾ 3 ഷെയർ ആയിട്ടാണല്ലോ പോകുന്നത്: റെന്റ്, വേജസ്, പ്രോഫിറ്റ്. ഇതിൽ സബ്സ്റ്റൻസ് വേജിനേക്കാൾ വേജ് റേറ്റ് കൂടി നിൽക്കുകയാണ് എങ്കിൽ പ്രോഫിറ്റ് കുറവായിരിക്കും. പ്രോഫിറ്റിൻ്റെ ഷെയർ നമുക്ക് കൊടുക്കാൻ കാണുകയില്ല. അവിടെ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുക ഇല്ല. ഇനി there is an inverse relationship between profit and wages. There is an inverse relationship between profit and wages. പ്രോഫിറ്റും വേജസും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. കാരണം നമുക്കൊരു 100 രൂപയാണ് ടോട്ടൽ നാഷണൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ടോട്ടൽ കോണിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 100 രൂപയാണ്. അതിൽ 50 രൂപ എന്തായിട്ട്? റെൻ്റായിട്ട്. അത് ഫിക്സഡ് ആയിട്ട് നമുക്ക് റെൻ്റ് അല്ലേ ഫസ്റ്റ് റൈറ്റ് ഉള്ളത്, ഫസ്റ്റ് റൈറ്റ് റെൻറ്റിനാണ്. അപ്പോൾ 50 രൂപ റെൻറ്റിനും ബാക്കി 25 രൂപ വേജും 25 രൂപ പ്രോഫിറ്റുമായിട്ട് പോകുന്നെന്ന് കരുതുക, ബാക്കി ഷെയർ. അപ്പോൾ ഇതിൽ ഈ 25 രൂപ പ്രോഫിറ്റും 25 രൂപ വേജസുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നിടത്ത് വേജ് സബ്സ്റ്റൻസ് ലെവലിൽ നിന്ന് കൂടുന്നു എന്ന് കരുതുക. അത് വേജ് എന്ന് പറയുന്ന ഒരു 35 രൂപയായി. വേജ് എത്രയായി? 35. അപ്പോൾ നേരത്തെ 25 രൂപയിൽ 50-ൽ 25 രൂപ പ്രോഫിറ്റും 25 രൂപ വേജുമായിരുന്നു. ഇപ്പോൾ എന്താണ്? വേജ് റേറ്റ് കൂടി 35 ആയി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് എന്ത് ചെയ്യും? 15 രൂപയാകും, അല്ലേ? കാരണം ടോട്ടൽ 50 രൂപയല്ലേ ഉള്ളൂ, റെൻറ്റ് കഴിഞ്ഞിട്ട് ബാക്കി 50 രൂപയേ ഉള്ളൂ. അപ്പോൾ അതിൽ 15 രൂപ ഇനി പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ വേജ് കൂടിയപ്പോൾ പ്രോഫിറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി വേജ് റേറ്റ് കുറയുകയാണെങ്കിൽ പ്രോഫിറ്റ് കൂടി വരും. വേജ് റേറ്റ് കുറഞ്ഞ് സബ്സ്റ്റൻസ് ലെവലിലേക്ക് വന്നാൽ വീണ്ടും എന്ത് ചെയ്യും? പ്രോഫിറ്റ് കൂടും. അപ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് there is an inverse relationship between profit and wages. പ്രോഫിറ്റും വേജസും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, വിപരീത ബന്ധമാണെന്നാണ് റിക്കാർഡോ പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു റിക്കാർഡോ, there is a natural tendency for the profit rate to fall in the economy so that economy ultimately reaches to the stationary state. അപ്പോൾ റിക്കാർഡോ പറയുന്നത് there is a natural tendency, ഒരു സ്വാഭാവികമായൊരു പ്രവണതയുണ്ട്. എന്തിന്? ഫോർ ദ പ്രോഫിറ്റ് റേറ്റ് ടു ഫാൾ ഇൻ ദ ഇക്കോണമി. ഒരു ഇക്കോണമിയിൽ പ്രോഫിറ്റ് റേറ്റ് കുറയാൻ ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. നോർമലി ഇക്കോണമി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. എല്ലാ കാലത്തും പ്രോഫിറ്റ് ഇങ്ങനെ കൂടിപ്പോകില്ല, കുറയാനുള്ള ടെൻഡൻസി ഉണ്ട്.
അങ്ങനെ പ്രോഫിറ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സോ ദാറ്റ് ദ കൺട്രി അൾട്ടിമേറ്റ്ലി റീച്ച് എ സ്റ്റേഷനറി സ്റ്റേറ്റ്. അങ്ങനെ പ്രോഫിറ്റ് റേറ്റ് കുറഞ്ഞാൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ കുറയത്തില്ലേ? ക്യാപിറ്റൽ അക്യുമുലേഷൻ കുറയുന്നു അല്ലേ? ക്യാപിറ്റൽ അക്യുമുലേഷൻ കുറയുമ്പോൾ പ്രൊഡക്ഷൻ കുറയുന്നു, വേജ് റേറ്റ് കുറയുന്നു, ആ ഇക്കോണമി ഇങ്ങനെ ഒരു ലോ പേസിലേക്ക് വരുന്നു. അതിനെ നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ റിക്കാർഡോയും എന്തിനെ കുറിച്ച് പറയുന്നു? സ്റ്റേഷനറി സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം റിക്കാർഡോയുടെ അഭിപ്രായത്തിലും ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൽ എത്താം ഇക്കോണമി. അതുപോലെ സ്മിത്തും പറയുന്നു സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിക്കാർഡോയുടെയും കോൺസെപ്റ്റ് ആണ്, അതുപോലെ ആരുടെയും? സ്മിത്തിൻ്റെയും കോൺസെപ്റ്റ് ആണ്. ഓർത്തിരിക്കുക. ഇനി റിക്കാർഡോ സ്റ്റേറ്റ്സ് ദാറ്റ് ഗ്രോത്ത് ക്യാൻ ബി റീസ്റ്റോർഡ് ത്രൂ ഇമ്പോർട്ട് ഓഫ് കോൺ, that is through international trade. ഇനി നോക്ക്, റിക്കാർഡോ സ്റ്റേറ്റ്സ് ആർ ഗ്രോത്ത് അല്ലേ, ഗ്രോത്ത് ക്യാൻ ബി റീസ്റ്റോർഡ്. നമുക്ക് ഈ സ്റ്റേഷനറി സ്റ്റേറ്റിൽ എത്തി നിൽക്കുമ്പോൾ അല്ലേ, ഗ്രോത്ത് എല്ലാം നിശ്ചലമാകുന്ന അവസ്ഥയാണ്, എല്ലാ ലോയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഇൻവെസ്റ്റ്മെന്റ് ലോ ആണ്, വേജ് റേറ്റ്, പ്രോഫിറ്റ്, ക്യാപിറ്റൽ അക്യുമുലേഷൻ അല്ലേ, പോപ്പുലേഷൻ ഗ്രോത്ത്, ഇതെല്ലാം ലോ പേസിൽ നിൽക്കുകയാണ്. അപ്പോൾ പറയാണ്, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റിക്കാർഡോ സ്റ്റേറ്റ്സ് ആൻഡ് ഗവൺമെന്റ് ക്യാൻ റീസ്റ്റോർഡ് ത്രൂ ഇമ്പോർട്ട് കോൺ. അതായത് കോൺ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട്, കാരണം സ്റ്റേഷനറി സ്റ്റേറ്റിൽ പ്രൊഡക്ഷനൊക്കെ ഇല്ലാത്ത അവസ്ഥയാണ്, പ്രൊഡക്ഷനൊക്കെ സീറോ ആയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പ്രൊഡക്ഷനൊക്കെ നിശ്ചലമാകുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഗ്രോത്ത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ബൈ ഇമ്പോർട്ടിങ് കോൺ. കോൺ എന്ത് ചെയ്താൽ മതി? വിദേശ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഏതിലൂടെ? ത്രൂ ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരത്തിലൂടെ അല്ലേ. അപ്പോൾ ഇന്റർനാഷണൽ ട്രേഡിലൂടെ, അന്താരാഷ്ട്ര വ്യാപാരത്തിലൂടെ നമ്മൾ കോൺ ഇമ്പോർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഗ്രോത്ത് ക്യാൻ ബി റീസ്റ്റോർഡ്. നമുക്ക് ഗ്രോത്ത്, വളർച്ച പതിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. കാരണം നമ്മുടെ ഇക്കോണമിയിൽ ഇപ്പോൾ സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ്, പ്രൊഡക്ഷൻ ഒന്നുമില്ല, പ്രൊഡക്ഷനൊക്കെ നിശ്ചലമായിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലേക്ക് ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർനാഷണൽ ട്രേഡിന് ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇന്റർനാഷണൽ ട്രേഡിന്റെ പോയിന്റ് കൂടി ഓർത്തിരിക്കണം. ഇദ്ദേഹം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? ഇന്റർനാഷണൽ ട്രേഡിന്റെ പ്രാധാന്യത്തിന്. ഇക്കണോമിക് ഡെവലപ്മെന്റിൽ ഇന്റർനാഷണൽ ട്രേഡിന് വലിയ പ്രാധാന്യമുണ്ട്, ഇറക്കുമതിക്കും കയറ്റുമതിക്കും പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് ഇറക്കുമതി അല്ലേ. അപ്പോൾ കോൺ കൂടുതലായിട്ട് ഇറക്കുമതി, കാര്യം ഒരു കോണാണ് അദ്ദേഹം എടുത്ത ഒരേ ഒരു പ്രോഡക്റ്റ്, അതുകൊണ്ടാണ് ആ കോൺ പറഞ്ഞത്. അപ്പോൾ കോൺ ഇറക്കുമതി ചെയ്താൽ എന്ത്? നമുക്ക് വീണ്ടും ഇക്കോണമിയിലേക്ക് എന്ത്? റെന്റും വേജസും ഇൻട്രസ്റ്റും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രോഫിറ്റ് വരികയും ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി ഇദ്ദേഹം പറയുന്നു ക്യാപിറ്റൽ അക്യുമുലേഷന് മറ്റു ചില ഡിറ്റർമിനൻസ്. പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു, പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കപ്പാസിറ്റി ടു സേവും വിൽ ടു സേവുമാണ് ക്യാപിറ്റൽ അക്യുമുലേഷനെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ആൾറെഡി പറഞ്ഞു. ഇനി ഇത് കൂടാതെ ക്യാപിറ്റൽ അക്യുമുലേഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റു ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതർ ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. ഏതൊക്കെയാണ്? ഒന്ന് ടാക്സ്, രണ്ട് സേവിങ്സ്, രണ്ടാമത്തേതാണ് സേവിങ്സ്, മൂന്ന് ഫ്രീ ട്രേഡ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്ട് അതർ ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടാക്സസ്, സേവിങ്സ്, ഫ്രീ ട്രേഡ്. അപ്പോൾ ടാക്സ്, സേവിങ്സ്, ഫ്രീ ട്രേഡ് എന്ന് വെച്ചാൽ സ്വതന്ത്ര വ്യാപാരം. ഇതൊക്കെ എന്തിനെ? ക്യാപിറ്റൽ അക്യുമുലേഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ടാക്സസ്, സേവിങ്സ് ആൻഡ് ഫ്രീ ട്രേഡ്. ഇനി നോക്ക്, ആസ് ആൻ ഇക്കോണമി ഗ്രോസ്, ഒരു ഇക്കോണമി ഗ്രോ ചെയ്യുമ്പോൾ പ്രോഫിറ്റ്സ് ടെൻഡ് ടു ഡിക്ലൈൻ. അദ്ദേഹം പറയാണ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ടെൻസ് ടു ഡിക്ലൈൻ ഡ്യൂ ടു ദ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ലാൻഡ്. അപ്പോൾ ഒരു ഇക്കോണമി ഗ്രോ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ടെൻഡ് ടു ഡിക്ലൈൻ ഡ്യൂ ടു ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ലാൻഡ്. കാരണം എന്താണ്? ഒരു ഇക്കോണമി ഗ്രോ ചെയ്യുന്ന സമയത്ത് പോപ്പുലേഷൻ കൂടുന്നു. അപ്പോൾ എന്തിന്റെ ഡിമാൻഡ്? കോണിന്റെ ഡിമാൻഡ് കൂടുന്നു. കോണിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്യേണ്ടി വരും? മാർജിൻ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ഫെർട്ടിലിറ്റി കുറഞ്ഞ ലാൻഡ് കൂടി കൃഷി ചെയ്യേണ്ടി വരും. ഫെർട്ടിലിറ്റി ലാൻഡ് കൃഷി ചെയ്യുമ്പോൾ മാർജിൻ ലാൻഡ് അല്ലേ ഇത്? മാർജിൻ ലാൻഡ് വരുമ്പോൾ എന്ത്? ആവറേജ്, നമ്മൾക്കറിയാം ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. ഈ മാർജിനൽ ലാൻഡ് വരുന്ന സമയത്ത് അതിൻ്റെ പ്രോഡക്റ്റും നേരത്തെ ഉണ്ടായിരുന്ന ലാൻഡിൻ്റെ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അഡീഷണലി റെന്റ് കൂടുകയാണ്. റെന്റ് കൂടുമ്പോൾ എന്ത് കുറയും? പ്രോഫിറ്റ് കുറയും. വേജ് റേറ്റ് കൂടിയാലും പ്രോഫിറ്റ് കുറയും, റെന്റ് കൂടിയാലും പ്രോഫിറ്റ് കുറയും. അതുകൊണ്ടാണ് പറയുന്നത് ആസ് ആൻ ഇക്കോണമി ഗ്രോസ് പ്രോഫിറ്റ് ടെൻഡ് ടു ഡിക്ലൈൻ. കാരണം എന്താണ്? ഡ്യൂ ടു ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ലാൻഡ്. ലാൻഡിന്റെ ഡിമിനിഷിംഗ് റിട്ടേൺസിലൂടെ. കാരണം ഡിമിനിഷിംഗ് റിട്ടേൺസ് വരാൻ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമ്മൾ എന്തിലേക്ക് പോകേണ്ടി വരും? മാർജിൻ ലാൻഡിലേക്ക് പോകേണ്ടി വരും. വീണ്ടും മാർജിൻ ലാൻഡ് അല്ലെങ്കിൽ ലെസ് ഫെർട്ടൈൽ ലാൻഡ് കൃഷി ചെയ്യുന്നതനുസരിച്ച് നേരത്തെയുള്ള പ്രോഡക്റ്റ് കിട്ടില്ല, പ്രോഡക്റ്റിന്റെ അളവ് കുറഞ്ഞു വരും. അതാണ് ലാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിമിനിഷ് ചെയ്യുക. അതാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ആ ഡിമിനിഷിംഗ് റിട്ടേൺസ് ഉള്ളത് കൊണ്ട് പ്രോഫിറ്റ് കുറയുന്നു. കാരണം റെന്റ് അധികമായിട്ട് കൃഷി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? റെന്റിന്റെ അളവ് കൂടുന്നു. കാര്യം വീണ്ടും ഭൂമി അധികമായിട്ട് കൃഷി ചെയ്യുമ്പോൾ റെന്റിന്റെ അളവ് കൂടുന്നു. റെന്റിന്റെ അളവ് കൂടുമ്പോൾ നമുക്കറിയാം എന്തിന്റെ ഷെയർ കുറയും? പ്രോഫിറ്റിന്റെ ഷെയർ കുറയും. വേജ് റേറ്റ് കുറയത്തില്ല. വേജ് റേറ്റ് ഒരു പരിധിക്ക് താഴെ വരില്ല. കാര്യം എന്താ? സബ്സ്റ്റൻസ് വേജിന് താഴേക്ക് വേജ് റേറ്റ് കുറയാൻ പറ്റത്തില്ല. പിന്നെ കുറയാൻ പറ്റുന്ന ഏതേ ഉള്ളൂ? പ്രോഫിറ്റേ ഉള്ളൂ.
അപ്പോൾ പ്രോഫിറ്റ് കുറയുന്നു. അപ്പോൾ ആസ് ആൻ ഇക്കോണമി ഗ്രോസ്, അത് ഓർത്തിരിക്കുക, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താ എഴുതത്തില്ല. ആസ് ആൻ ഇക്കോണമി ഗ്രോസ്, ഇക്കോണമി ഗ്രോ ചെയ്യുമ്പോൾ പ്രോഫിറ്റ്സ് ടെൻഡ്സ് ടു ഡിക്ലൈൻ, പ്രോഫിറ്റ് എന്ത് ചെയ്യാം, കുറയാം, ഡ്യൂ ടു ഡിമിനിഷിംഗ് റിട്ടേൺസ്. എന്തിലൂടെ? ഡിമിനിഷിംഗ് റിട്ടേൺസിലൂടെ പ്രോഫിറ്റ് കുറയാം. ഇതേ വ്യൂ എവിടെയും പറഞ്ഞിട്ടുണ്ട്, സ്മിത്തിന്റെ തിയറിയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ഇക്കോണമി ഗ്രോ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇക്കോണമി ഗ്രോ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കൂടുകയല്ലേ, പക്ഷേ ഇത് റിക്കാർഡുടെ വ്യൂ ആണ്, നമ്മുടെ ഇന്നത്തെ ഇക്കോണമിസ്റ്റുകളുടെ നമ്മുടെ കാഴ്ചപ്പാടല്ല ഇത്. ഇക്കോണമി ഗ്രോ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യാം. അതിന് കാരണം എന്താണ്? ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ലാൻഡ്. അപ്പോൾ ഇത്രയുമാണ് റിക്കാർഡിയൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്മിത്തിന്റെ തിയറി പറഞ്ഞു, റിക്കാർഡിയൻ തിയറി പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.